നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാണ് മീനു? പണത്തിന് പണമില്ലേ? സുഖത്തിന് കുറവൊന്നുമില്ലല്ലോ. എടി നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് അവൻ കുടിക്കുകയല്ലോ ചെയ്യും? നിന്നെ തല്ല വല്ലതും ചെയ്യാറുണ്ടോ? ഇല്ല അമ്മ, അങ്ങനെ ഒന്നും അല്ല. പിന്നെ നിനക്ക് എന്തിനാണ് ഡിവോഴ്സ്? നീ വെറുതെ ഭ്രാന്ത് പറയല്ലേ മോളെ. ഇനി അവന് വേറെ വല്ല ബന്ധമുണ്ടോ? അതായത് നിനക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തോണ്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഈ വീട്ടിൽ പറ്റുന്നില്ല. എനിക്ക് ശ്വാസം മുട്ടുവാ. ശ്വാസം മുട്ടുന്നോ? എന്തിന്? അരിച്ചേട്ടൻ നിനക്ക് ഇവിടെ സ്വാതന്ത്ര്യം തരുന്നില്ലേ? നീ എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? 100 കൂട്ടം കാര്യങ്ങൾ വിട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പൊ അവൾക്കൊന്നും അറിയില്ലാന്ന്. അമ്മേ അമ്മേ നമുക്ക് പോവാം. ഇവൾക്ക് വട്ടാണ്, ചുമ്മാ ഇരുന്ന് കഴിക്കുന്നതിന്റെ കൊഴുപ്പാണ് ഇത് കാണിക്കുന്നത്. എനിക്ക് അരുണേട്ടനോട് ഇഷ്ടമില്ലാത്തോണ്ടല്ല, പക്ഷെ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പണം ഉണ്ടെങ്കിൽ എല്ലാം ആവോ ഏട്ടാ? മോളെ, ഇതൊക്കെ എല്ലാ കുടുംബത്തിലുള്ളതാണ്. നീ ഒന്ന് ക്ഷമിക്ക്, എല്ലാം മറന്ന് അവനോട്ടൊന്ന് ജീവിക്ക്. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നിന്റെ ഈ പരാതി എല്ലാം മാറിക്കോളും. പിന്നെ നേരെ ചൊവ്വ മുഖത്തൊക്കെ ഒന്ന് സംസാരിക്കാറ് പോലും ഇല്ല അമ്മ. പിന്നല്ലേ കുഞ്ഞ്. പ്രശ്നപരിഹാരത്തിന് മാർഗമേ കുഞ്ഞിനെ ഉണ്ടാക്കലൊന്നും അല്ല. മീനു, നീ പറഞ്ഞു കേട്ടല്ലേ നാട്ടുകാർ ചിരിക്കും. ഇതൊക്കെ കുറെ കഴിയുമ്പോൾ അങ്ങ് ശരിയാവും. ഞങ്ങളിപ്പോ ഇറങ്ങാം. പോണ വഴിക്ക് അരുണിനെ കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ. പോവനെ. എന്തായാലും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ ഞാൻ ഒറ്റയ്ക്കായി സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. ഒന്നും എടുത്തുകൊണ്ട് അടുക്കളയിലെങ്കിലും കൊണ്ട് വെക്കാമോ? നീ വിളിച്ച ഞാൻ കണ്ടില്ല മീനു. അതല്ല നീ എത്തിയില്ലേ? ഇതൊന്ന് കൊണ്ടാത്തേക്ക് ഈ മാച്ച് ഞാൻ കണ്ടോട്ടെ. നിനക്ക് മാച്ച് ആണല്ലേ ഇമ്പോർട്ടന്റ്? ആ അടുക്കളയിൽ ലീക്ക് കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി? നീ ഒരു പ്ലംബറിനെ വിളിച്ചോ? ഇന്ന് രാവിലെ മൊത്തം അടുക്കളയിൽ വെള്ളമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് അത്രയും ക്ലീൻ ചെയ്തത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മീനു? ഈ ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ പരാതി ഉണ്ടാക്കുന്നത്? പ്ലംബറെ കിട്ടാത്തോണ്ടല്ലേ? അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ വിളിച്ചാ പോരെ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. വീടിനകത്തെ കാര്യങ്ങളോ പുറത്തെ കാര്യങ്ങളോ ഒന്നും നിനക്ക് നോക്കാൻ വയ്യ. ഞാൻ ഒരു വീട് ജോലിക്കാരെ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ കഴിയണം. ഓ, വലിയ ത്യാഗമായി പോയി. ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നോണ്ടാണല്ലോ നീ ഇവിടെ കഴിയുന്നത്. എനിക്ക് കുറച്ച് സമാധാനം വേണം. ഒന്ന് പോയി തരുമോ? അരു, നല്ല തണുപ്പുണ്ടല്ലേ? കുറെ നേരം മഴ പെയ്തു. നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്നാലോ? പഴയ കാര്യങ്ങളൊക്കെ. മീനു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ നേരത്തെ ഓഫീസിൽ പോകുള്ളത്. നീ ഓരോന്ന് പറഞ്ഞിരുന്ന എന്റെ ഉറക്കം കളയാതെ. അരുണിന് ഉറക്കം വന്നിട്ടൊന്നും അല്ലല്ലോ. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. ഗുഡ് നൈറ്റ്. ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്ക്. ഗുഡ് നൈറ്റ് അരുൺ. പക്ഷെ എന്റെ ഉറക്കം നീ പണ്ടേ കളഞ്ഞതാ. അരുൺ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. എടുക്കട്ടെ? ബാക്കി കഴിച്ചിട്ട് ചെയ്യാം. ഇല്ല, നീ കഴിച്ചോ. എനിക്കൊരു അർജന്റ് മെയിലൊന്നും അയക്കാണ്ട്. അല്ല, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച്. യൂസ്ലെസ്. ബ്യൂട്ടിഫുൾ കപ്പിൾ. Made for each other. അരുൺ, എനിക്കിവിടെ ആരും പരിചയമില്ല. ഞാനിവിടെ ഇവിടെ നിന്നോട്ടെ. എന്റെ മീനു, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ഞങ്ങൾ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ എന്റെ സമയം കൂടെ കളയാതെ. അരുണേ, വൈഫ് എന്ത് ചെയ്യുന്നു? ഇവള് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ വെറുതെ ഇരുപ്പാ. വേണമെങ്കിൽ ഹൗസ് വൈഫ് എന്നൊക്കെ വിളിക്കാം. അരുൺ, നിനക്ക് എന്താ പറയാനുള്ളത്? അരുൺ, നിനക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ ഉപേക്ഷിച്ചത്. എന്നിട്ട് ഇപ്പൊ എല്ലാവരും മുന്നേ വെച്ച് നീ എന്നെ കളിയാക്കുവാണോ? മീനു, നീ വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യരുത്. എല്ലാവരും നോക്കുന്നുണ്ട്. നിന്റെ ഈ കരച്ചിലും പരാതിച്ചിലൊക്കെ അങ്ങ് വീട്ടിൽ മതി. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ വലിയ തെറ്റായിപ്പോയി. മര്യാദയ്ക്ക് കാറി പോയിരുന്നേ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിനക്ക് വേണ്ടി തെറ്റായിരിക്കും. പക്ഷെ നിന്റെ അവിടെ ജീവിക്കാൻ തീരുമാനിച്ചില്ലേ,
അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ എന്താ ഈ നേരത്ത് കിടക്കുന്നു? എനിക്ക് തീരെ വയ്യാരും. രാവിലെ തൊട്ട് നല്ല പനിയാണ്. അതാ വന്നിട്ട് എന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നേ. പനിയല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറിക്കോളും. ഞാൻ ഒന്ന് പുറത്ത് വേണേ, ഫ്രണ്ട്സിൻ്റെ കൂടെ. അമ്മമാര് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. അമ്മയുടെ നോ പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് എന്നെക്കാളും വലുതാണോ നിന്റെ ഫ്രണ്ട്സ്? എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നോ? നിനക്ക് ചിലവുള്ള പൈസയൊക്കെ ഞാൻ തരുന്നില്ലേ? നിന്റെ എന്ത് ആവശ്യത്തിനാണ് ഞാൻ നോ പറഞ്ഞിട്ടുള്ളത്? പിന്നെ നീ എന്തിനാ എന്റെ കാര്യത്തിൽ തലയിടുന്നത്? എനിക്ക് എന്റേതായ ലൈഫുണ്ട്. നീ എന്നെ സ്നേഹിക്കണ്ട, കുറച്ച് മനുഷ്യത്വമെങ്കിലും കാണിച്ചൂടെ? ഓ മതി, നിർത്ത്. വെറുതെ ഓരോന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയണ്ട. അരുണെത്തിയോ? നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഇതൊക്കെ എന്താ എങ്ങനെ? അത് കൊള്ളാം. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എന്തൊക്കെയാ മീനു ഇത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ വെറുതെ കാശ് കളയാനായിട്ട്. ഒരു ദിവസത്തേക്ക് എല്ലാവരും ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ചു നേരം അരുണിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന്. ഞാൻ ഒരു ബിസിനസ് മീറ്റിംഗിലായിരുന്നു. എനിക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്. ഞാൻ നിന്നെ പോലെ ജോലിയില്ലാതിരിക്കല്ലോ. എനിക്ക് തീരെ വിശപ്പില്ല. അരുൺ, ഞാൻ വാങ്ങിയ ഗിഫ്റ്റെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോ പ്ലീസ്. അരുൺ, അരുൺ ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ട. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോവോ? എന്താണ് നീ ഇങ്ങനെ? നമുക്ക് രണ്ടുപേരുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ അതൊക്കെ ഒരുക്കി വെച്ചത്. എന്നിട്ട് അതൊന്ന് നോക്കാനുള്ള മനസ്സെങ്കിലും നീ കാണിച്ചോ? ഈ വീട്ടില് എന്നെ പോലെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കാൻ വന്നാ നീ എന്നോട് മിണ്ടാറില്ല, ഫോൺ നോക്കിയിരുന്ന് ഫുഡ് കഴിക്കും. കിടക്കാൻ വന്നാലോ നീ തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കും. എനിക്കിവിടെ സംസാരിക്കാൻ ആരുമില്ല. ഞാൻ തനിയെ സംസാരിക്കും, തനിയെ ചിരിക്കും, തനിയെ കരയും. എനിക്കിവിടെ ശ്വാസം മുട്ടും. അരുൺ നിക്കരുൺ, ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലോ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ നിന്നോട് ജീവിക്കുന്ന ആളല്ലേ. ഒരു നോട്ടം, ഒരു വാക്ക്, അതിന് പോലും നിനക്ക് സമയമില്ലേ? എപ്പോ നോക്കിയാലും ഒരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ. എപ്പോഴും ജോലി ജോലി ജോലി. മീനു, നീ വെറുതെ ഒച്ചയെടുക്കണ്ട. നിന്റെ ഈ സെന്റിമെന്റ്സും കലവലയും കേട്ട് ഞാൻ മടുത്തു. എനിക്ക് കുറച്ച് സമാധാനം വേണം. എന്നത് വെറുതെ വിട്. ഞാൻ നിനക്ക് അത്ര വലിയ ശല്യമാണോ അരുൺ? ഇനി എത്ര നാൾ നമ്മൾ ഈ മുറിയിൽ രണ്ട് അപരിചിതരെ പോലെ കഴിയും? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് സംസാരിക്കാൻ വന്നാ നീ ഒന്നെങ്കിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ നീ ഉറക്കം അഭിനയിക്കും. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ മീനു? ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ മേടിച്ചു തരുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാതിരുന്നാ എനിക്ക് അത്രയും സമാധാനമാണ്. നിനക്ക് സമാധാനമാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ ഉടനെ കണ്ടെത്തി തരാം. ഞാനാണല്ലോ നിനക്ക് സമാധാനക്കേട്. നിനക്ക് ആരോട് സ്നേഹമില്ല അരുൺ. നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ, നിന്നോട് മാത്രം. മീനു, നിനക്കെന്താ വട്ടായോ? നിനക്ക് സമാധാനം വേണമെന്നല്ലേ പറഞ്ഞത്? എന്നെ കണ്ടു കണ്ട് നിന്റെ സമാധാനം നഷ്ടപ്പെടണ്ട. അപ്പൊ നിനക്ക് ഡിവോഴ്സ് വേണം. ശരി, നിന്റെ കരച്ചിൽ നാടകമൊന്നും എനിക്ക് കാണണ്ടല്ലോ. അതല്ല, ഒരു ആൺതുണയില്ലാതെ എത്ര നാളെ നീ ജീവിക്കുന്നു എനിക്കൊന്ന് കാണണം. എന്ത് കാണാനാരും? നിനക്കറിയാനിട്ടാ, പെണ്ണുങ്ങളെ ഒരു ഘട്ടം കഴിഞ്ഞാൽ തനിയെ ജീവിക്കാൻ പഠിക്കും. നീ വിചാരിക്കുന്ന നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നതാണോ? ഈ വീടും കാറും പണമൊന്നും ഇല്ലാതെ നീ എവിടെ പോയി എങ്ങനെ ജീവിക്കും? നിന്റെ വീട്ടുകാരെ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് പോലും വേണ്ട. എനിക്ക് ഞാനുണ്ടല്ലോ, അത് മതി. മിനു, പോകുന്നൊക്കെ കൊള്ളാം. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ നിന്റെ ഓരോ സാധനങ്ങളുണ്ട് നിന്റെ പിറകെ വരാമെന്ന് എനിക്ക് കഴിയും.
അരുൺ, നാളെ 10 മണിക്ക് എത്താനാ വക്കീൽ പറഞ്ഞേക്കുന്നത്. നീ വരുമല്ലോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നാളെ നമ്മൾ പിരിയുക. അവസാനമായിട്ട് നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചാലോ? എന്ത് ശ്രമിക്കാം? എന്തിനു വേണ്ടിയിട്ടാരും? ആർക്ക് വേണ്ടിയിട്ടാ? മീനു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ പോയതിനു ശേഷം എനിക്ക് ആ തെറ്റുകളൊക്കെ മനസ്സിലാകും. നീ ഇല്ലാതെ എനിക്ക് ആ വീട്ടിൽ ശ്വാസം മുട്ടുന്നു. നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടല്ലേ അരുൺ? ഇതേ ശ്വാസം മുട്ടലാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ അതൊക്കെ പറഞ്ഞപ്പോ അതെല്ലാം എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണെന്നല്ലേ? മീനു, ഞാൻ മാറി. മീനു, ഉറപ്പായി ഞാൻ മാറി. നമുക്ക് പഴയതുപോലെ. സോറി അരുൺ, എനിക്കിനി പഴയതുപോലെ ആവാൻ യാതൊരു താല്പര്യവും ഇല്ല. എപ്പോഴും നിന്റെ പരിഹാസങ്ങളും അവഗണനയും കേട്ട് സഹിച്ച് നിന്റെ നെല്ലായിട്ട് നടക്കാൻ എനിക്കിനി പറ്റൂല. ആ മീനു ഇനി ഇല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മീനു, നിനക്കത് അറിയാലോ. സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ആ സ്നേഹത്തിലെ ബഹുമാനം ഇല്ലായിരുന്നു. പണം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു നിനക്ക്. ആ അഹങ്കാരത്തിന് മുന്നിൽ എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും നീ കണ്ടില്ല. എപ്പോഴും ഞാൻ നിനക്ക് വേറെ യൂസ്ലെസ് ആയിരുന്നു. ഞാൻ പനി പിടിച്ച് കിടന്നപ്പോൾ പോലും നീ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് സമയമില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എപ്പോഴും എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കും. ഇത്രയൊക്കെ ചെയ്ത നിന്നെ ഞാൻ ഇനി വീണ്ടും വിശ്വസിക്കണോ? എങ്ങനെ ഞാൻ വിശ്വസിക്കും നിന്നെ? കരയരുതരുൺ. നീ ഇപ്പൊ കരയുന്ന കണ്ണീരില്ലേ, അത് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല, നിന്റെ നഷ്ടബോധം കൊണ്ടാണ്. നിനക്കിപ്പോഴും നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. മീനു പ്ലീസ്, എനിക്ക് ഒരു അവസരം കൂടെ തരണം. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുനാൾ മുതലേ ഒറ്റയ്ക്ക് വളർന്നതിന്റെ കുഴപ്പമായിരിക്കാം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അതെനിക്ക് ഉറപ്പാ. ഇത്രയും കാലം നീ എവിടെയായിരുന്നരും? നിന്റെ നീ ഒരു വാക്ക് കേൾക്കാനാണ് ഞാൻ കാത്തിരുന്നത്. നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടോ നിന്നെ വെറുത്തിട്ടോന്നും അല്ല ഞാൻ ഈ ഡിവോഴ്സിന് ഇറങ്ങി തിരിച്ചത്. നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അവഗണന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഈ ഡിവോഴ്സ് ഞാൻ വേണ്ടെന്ന് വെക്കാം, പക്ഷേ ഉടനെ ഞാൻ നിന്റെ കൂടെ വരില്ല. എനിക്ക് വിശ്വാസം വരണം, എനിക്ക് ബോധ്യപ്പെടണം നീ മാറിയെന്ന്. നീ പറയുന്ന പോലെ തന്നെ ഞാൻ കാത്തിരിക്കാം. നിനക്ക് എന്നിൽ വിശ്വാസം വരുന്നവരെ ഞാൻ കാത്തിരിക്കാം. ഇന്ന് ലേറ്റ് ആയല്ലോ, നമുക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചാലോ? അതോ ഇന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യണോ? അരുൺ തന്നെ കുക്ക് ചെയ്താൽ മതി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉപ്പൊന്നും കൂട്ടരുത്. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. കേറി. പോ.